വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തി. അനശ്വര കഥാകൃത്ത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തി. അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങ്. മലയാള സാഹിത്യത്തെ തന്റെ കഥകളിലൂടെ വിശ്വതലങ്ങളിലേക്ക് എത്തിച്ച് നോബൽ സമ്മാനം ലഭിച്ചില്ലെങ്കിലും അതിന്റെ റേറ്റിംഗിലേക്ക് എത്തിച്ച ഉത്തമ കഥാകൃത്ത് എന്ന നിലയിൽ സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടാലും വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ കഥകളിലൂടെ ജീവിക്കുമെന്ന അനുസ്മരണ സമ്മേളനം അഭിപ്രായപ്പെട്ടു. PTA പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ച അനുസ്മരണ സമ്മേളനം ദേശീയ അധ്യാപക അവാർഡ് ജേതാവും അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ട്രസ്റ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമായ PS സീതി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ബഷീർ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ പറയുന്ന ആ സ്റ്റാർസ് ഉണ്ടല്ലോ, സിനിമ സ്റ്റാർസ്, അതിനേക്കാളും ഞങ്ങളൊക്കെ അന്ന് മലയാളത്തിൽ താല്പര്യമുള്ളവരൊക്കെ അന്ന് അഭിമാനിച്ചിരുന്നത് ബഷീറിനെ കുറിച്ചായിരുന്നു. എൻ്റെ മലയാള അധ്യാപകനായിരുന്ന കണ്ണൂർക്കാരനായിരുന്ന ഒരു പൈലോട് നീലാംബരം മാസ്റ്റർ, അദ്ദേഹം വളരെ നല്ല രീതിയിൽ ബഷീറിനെ ചിത്രീകരിച്ച് ഞാൻ ഓർക്കുകയാണ്. 1976 കാലത്ത് 1980 നമ്മുടെ മാതൃഭൂമി സ്റ്റഡി സർക്കിൾ എന്ന് പറയുന്ന സംഘടന, ഞങ്ങളുടെ കാലത്ത് ആ സംഘടനയായിരുന്നു വിദ്യാലയങ്ങളൊക്കെ നൽകി കൊടുത്തത്. മാതൃഭൂമി സ്റ്റഡി സർക്കിളിന്റെ താലൂക്ക് പ്രസിഡന്റായിട്ട് പിന്നീട് പ്രവർത്തിക്കവേ സ്റ്റഡി സർക്കിളിന്റെ സംസ്ഥാനതല ക്യാമ്പ് കോഴിക്കോട് KP കേശവൻ ഹാളിലുള്ള നടന്നു. ബഷീർ അവர்களായിരുന്നു ഉദ്ഘാടകൻ. ഞങ്ങളൊക്കെ ശ്രോതാക്കളായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. എനിക്കൊരു നിമിഷം തോന്നി അദ്ദേഹത്തിനൊന്ന് തൊടണം. സഭാകമ്പം ഒക്കെ കുറച്ചുണ്ടെങ്കിലും രണ്ട് കൽപ്പിച്ച ഓടി വേദിയിലെത്തി സാറിന് ക്ഷണിക്കാൻ കൊടുത്ത് സീതി സാഹിബിന്റെ പൗത്രനാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ട ആ വേള ജീവിതത്തിന്റെ അനർഹ നിമിഷങ്ങളിൽ ഒന്നാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും സഹപാഠികളോടും ഒക്കെ ഞാൻ ബഷീറിനെ തൊട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായ തോന്നിയ ആ അനുഭൂതി ദേശീയ അവാർഡ് ഡൽഹിയിൽ വെച്ച് വാങ്ങിയപ്പോൾ കിട്ടിയതിന് തുല്യമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് ആ പുസ്തകഘട്ടത്തിൽ ഉണ്ടായത്. തീർച്ചയായിട്ടും വളരെ കൊളോക്യലായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴും ഫിലോസഫിക്കലായിട്ട് അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യവും പ്രാവീണ്യവും തീർച്ചയായിട്ടും പ്രകീർത്തിക്കപ്പെടേണ്ടതാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഫസീല ടീച്ചർ സ്വാഗത പ്രഭാഷണവും ഷഹന എ സലാം ആമുഖ പ്രഭാഷണവും നടത്തി. സാഹിത്യം എന്ന് പറയുന്നത് ജാതീയതയിലും തറവാടുകളിലും ഒതുങ്ങിക്കൂടിയ ഒരു അവസ്ഥയാണ്. ഈ വർണ്ണ പാരമ്പര്യത്തിൽ ഒതുങ്ങിയ മലയാള സാഹിത്യത്തെ, ഈ വർണ്ണ പാരമ്പര്യത്തെയാണ് ബഷീർ തിരസ്കരിച്ചത് അഥവാ ലംഘിച്ചത്. ബഷീർ ഈ വർണ്ണ പാരമ്പര്യത്തിന് പുറത്തു കടക്കുകയും അവർ നിർമ്മിച്ചു വെച്ചിട്ടുള്ള സാഹിത്യത്തിന്റെ ചട്ടക്കൂടിനെ പൊളിച്ചെറിയുകയും ചെയ്തു. അദ്ദേഹം അവിടെ ഒരു ആകാശ കൊട്ടാരം, ഒരു സാഹിത്യ സാമ്രാജ്യം ഉണ്ടാക്കുകയും ചെയ്തു. ആ സാഹിത്യ സാമ്രാജ്യത്തിൽ മനുഷ്യരും മൃഗങ്ങളും ചെടികളും പുൽകളും പുഴുക്കളും എല്ലാം വിഹരിക്കുന്നതാണ് നാം പിന്നീട് കണ്ടത്. ഇവയെല്ലാം ഇത്ര തീവ്ര ബന്ധത്തിൽ ആവിഷ്കരിച്ച എഴുത്തുകാരൻ പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. സാഹിത്യകാരനായ ബഷീർ വടക്കൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. അത്രയ്ക്കും പ്രസിദ്ധനായ മനുഷ്യനാണ്. അദ്ദേഹത്തെപ്പറ്റി എല്ലാവർക്കും കൂടുതൽ ആഴത്തിൽ പഠിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ കോടി പ്രണാമം അർപ്പിച്ച് അതിന് വ്യത്യസ്തമായിട്ട് മാറി ശതകോടി താരാപഥങ്ങൾ തിങ്ങും അതിഭീമമല്ലയോ ഈ പ്രപഞ്ചം, അതിനുള്ളിൽ ഭൂമിയിൽ നരനായി സൂര്യചന്ദ്രന്മാരെ കാവലാക്കിയെന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാഗാനം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പ്രാർത്ഥനാഗാനമാക്കുവാൻ ഉതകിയ വിധം സാഹിത്യ പ്രതിഭ തെളിയിച്ച അശോകൻ പൂതോട്ടിന് അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മലയാള വിഭാഗത്തിന്റെ വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം PS സീതി മാസ്റ്റർ കൈമാറി. താരാപഥം എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവും കവിയുമാണ് അശോകൻ പൂത്തോട്ട്. ഹഫീദ പടിയത്ത് ചടങ്ങിന് നന്ദി പറഞ്ഞു.